എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അതായത് ബിടെക് കോഴ്സിലേക്കുള്ള സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നാളെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കും. സംസ്ഥാനത്തെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ബിടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ വഴി നാളെ അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. 1 മണിക്കാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ രാവിലെ 8 മണി മുതൽ 12 മണിക്കുള്ളിലായിട്ട് പോയിട്ട് നിങ്ങളുടെ പേര് അതായത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ ക്യാപ്പ്, IHRD, LBS, CCE, അതുപോലെ SSCT, കുസാറ്റ് ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന എല്ലാ വിദ്യാർത്ഥികളും NOC ഹാജരാക്കേണ്ടതാണ്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരും പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരും അതായത് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത് 9,650 മുതൽ 8,650 രൂപ വരെയും അതിനോടൊപ്പം 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റുമാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് ആകെ 1000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം റാങ്ക് ലിസ്റ്റ് മുഖാന്തരം അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ സ്ലിപ്പ് മാത്രമേ ഹാജരാക്കേണ്ടതുള്ളൂ. അതായത് അത് മാത്രം ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ താഴെ പറയുന്ന രേഖകളാണ് ഹാജരാക്കേണ്ടത്. അതായത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE, അത് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ +2 മാർക്ക് ഷീറ്റ്, അതുപോലെ ഡാറ്റ ഷീറ്റ് ഇഷ്യൂഡ് ബൈ CE, അതും നിങ്ങളുടെ പ്രൊഫൈലിൽ അതായത് കീമിൻ്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് SSLC, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട്, അതുപോലെ തന്നെ കീം പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ SC, BC, OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, SC/ST, EWS അതായത് JEWS വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് TC അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അടുത്തതായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഈ ഒരു അതായത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റേത്, അത് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിൽ നിന്ന് ഹയർ സെക്കൻഡറിയോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. അത് +2 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു +2 പാസ്സായ സർട്ടിഫിക്കറ്റ്, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മതി. അത് പ്രത്യേകിച്ച് നിർബന്ധമല്ല, കാരണം +2 സർട്ടിഫിക്കറ്റ് തന്നെ പാസ്സായതിൻ്റേതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CC, PT, XS, അതുപോലെ തന്നെ SD, DK, RP, JW, SG, ETC ഈ ഒരു കോട്ടകളിൽ അർഹതയുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു എലിജിബിലിറ്റി ഡോക്യുമെൻറ്റ്സ് അതായത് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഒരു ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആ ഒരു അഡ്മിഷൻ്റെ സ്ലിപ്പാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫോമിൻ്റെ അതായത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ ഇനി പറയുന്നത് ഈ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസാണ് വേണ്ടത്. നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ, ഡാറ്റ ഷീറ്റ് എന്നിവയുടെ ഓരോ അറ്റസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ നാറ്റ സ്കോർ കാർഡ്, അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിച്ചതിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് സാധാരണ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായവർക്ക് പ്രത്യേകിച്ച് അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് വേണ്ട. അതുപോലെ EWS കമ്മ്യൂണിറ്റി, അതുപോലെ NCRL, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഇഫ് ആപ്ലിക്കബിൾ, ഇത്രയും പറഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഓരോ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതി ഒപ്പിടുന്നതാണ് സെൽഫ് അറ്റസ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ടാണ്, നാളെ രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് നടക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ
ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.